എന്തല്ല നമ്മൾ ആപ്പ് ലോഞ്ച് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ചോദിച്ചു, അവനൊരു ഐഡിയ ഉണ്ട്, അവനൊരു ആപ്പ് ചെയ്യണമെന്ന്. ഒരു ആപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ബ്രീഫ് ചെയ്യാം. ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ കാണുന്ന പോർഷൻ ഫ്രണ്ട് എൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലട്ടർ, ജാവ പോലത്തെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഡേറ്റിംഗ് ആപ്പിൽ യൂസ് ചെയ്താണ് അയോണിക് ആണ്. രണ്ടാമത് വരുന്നത് ബാക്ക് എൻഡ് പോർഷൻ ആണ്. ഈ ഫ്രണ്ട് എൻഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യണത് കൂടുതൽ ബാക്ക് എൻഡ് ആണ്. ബാക്ക് എൻഡ് തന്നെയാണ് സെർവറിലോട്ട് കണക്ട് ചെയ്യുന്ന കോഡ്സ് ഒക്കെ എഴുതുന്നത്. ഇനി നമുക്ക് സെർവറിനെ കുറിച്ച് പറയാം. AWS, അഷ്യൂർ പോലത്തെ സെർവേഴ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്തങ്ങനെ AWS ആണ്. ഒരു സെർവർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു റിസോർട്ട് ഉണ്ട്, അതിൽ കുറെ ഹോട്ടൽസ് ഉണ്ട്. അതിൽ ഒരു ഹോട്ടൽ നമ്മുടെ സ്വന്തം എന്ന് വെച്ചോ. അപ്പൊ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ബാക്ക് എൻഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് നമ്മുടെ ഈ ഒരു സെർവറിലോട്ട് അയച്ച് അവിടുന്ന് സംഭവങ്ങൾ കളക്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തണം. അതാണ് ബേസിക്കലി സെർവേഴ്സ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഡാറ്റാബേസിനെ കുറിച്ച് പറയാം. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഹോട്ടലിൽ ഒരു ഷെൽഫിൽ സാധനങ്ങൾ എടുത്ത് വെച്ചേക്കില്ലേ, അതുപോലെയാണ് ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ കൂടുതലായിട്ട് MongoDB, അറ്റ്ലസ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂസേഴ്സിന്റെ ഡാറ്റ എന്തൊക്കെ മാച്ച് ആയി, ആരൊക്കെ ലൈക്ക് ചെയ്ത്, അങ്ങനത്തെ ഡാറ്റാസ് മൊത്തം ഈ ഒരു ഡാറ്റാബേസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഡാറ്റ പോയി കളക്ട് ചെയ്ത് തിരിച്ച് യൂസറിന് കൊണ്ടുവന്ന് കൊടുക്കലാണ് സെർവറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഗൂഗിളിൽ ആപ്പ് ലോഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് സംഭവങ്ങൾ വേണം. ഗൂഗിൾ ക്ലൗഡ് അക്കൗണ്ടും ഗൂഗിൾ പ്ലേ സർവീസ് അക്കൗണ്ടും. അതാണ് പ്ലേ സ്റ്റോറിന്റെ അക്കൗണ്ട്. ഗൂഗിൾ പ്ലേ സർവീസിലാണ് നമ്മൾ ആപ്പ് റിലീസ് ചെയ്യുന്നത്. അതിന്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഗൂഗിൾ ക്ലൗഡ്. അത് നേരെ സെർവറിലായിട്ട് കണക്ട് ചെയ്യും. സെർവറിൽ നിന്ന് മൊബൈൽ ആപ്ലിക്കേഷന്റെ ബാക്ക് എൻഡിലോട്ട് എത്തും. അത് ഫ്രണ്ട് എൻഡ് ഡിസ്പ്ലേ ആവും. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു വെബ്സൈറ്റും കൂടി എടുക്കണം. പ്ലേ സ്റ്റോറായിട്ടും ഈ വെബ്സൈറ്റിന് കണക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ സെർവറിനും കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ആപ്പ് ലോഞ്ച് ചെയ്യാണ്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഡേറ്റിംഗ് ആപ്പ് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാൻ നിങ്ങളുടെ പറയുന്നതായിരിക്കും. ഞാൻ പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓഫറും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാനും കൂടി പറ്റും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ ടേക്ക് കെയർ ഗൈസ്.